നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ ഈ ടാങ്ക് നമ്മളിങ്ങനെ വാർത്തിട്ട് നമ്മളിപ്പോൾ ഈ ബേറാപ്പിളൊക്കെ വെച്ചിരിക്കുന്ന പോലെ വലിയ മരങ്ങൾ വെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മളുടെ 2 മരങ്ങളിപ്പം നമുക്ക് ഉണങ്ങിപ്പോയി. ഇതിനകത്ത് നമ്മളൊരു റംബൂട്ടാൻ N8 ഒരു ചെറിയ തൈ വാങ്ങിച്ച് വെച്ചിരുന്നത് അത് നമ്മുടെ ഇന്നിപ്പോൾ അത് ഉണങ്ങി നഷ്ടപ്പെട്ടു പോയി. അതിന് തൈയുടെ ക്വാളിറ്റിയുടെ കുറവാണോ ഇനി നമ്മുടെ ഇന്ന് വന്ന അശ്രദ്ധ കൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഈ ഒരു മാവ് നമ്മളിവിടെ വെച്ചത് ഇതുണ്ട്, അതൊരു ഉണങ്ങി പരുവക്കേടായിപ്പോയത്, എന്തോ അസുഖം ബാധിച്ചാണ്. ഇനി ഇപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഇത് 2 ഒഴിവാക്കിയിട്ട് നമ്മുടെ മുകളിലൊരു ബക്കറ്റിൽ ഒരു സപ്പോട്ട വലിയൊരു മരമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് ബക്കറ്റ് പൊടിഞ്ഞ് തീരാറായി. അപ്പോൾ നമുക്ക് അവനെ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്കിത് അതിൽ നിന്ന് മുകളിൽ നിന്ന് ഇറക്കി നമ്മൾ ഇവിടെ നടണം. അപ്പോൾ നമുക്ക് ആ സപ്പോട്ട കാണിച്ചു തരാം. ഈ സപ്പോട്ടയാണ് നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഉണ്ട ഷേപ്പല്ല, നമ്മൾ ബനാന സപ്പോട്ട എന്ന് പറഞ്ഞാണ് നമുക്കിത് നഴ്സറിക്കാർ തന്നത്. നല്ല മരമാണ് ഇത്. ഇപ്പോൾ അടിപൊളിയായിട്ട് കായ്ക്കാനായിട്ടുള്ള മൊട്ടുകളാണ് ഇതെല്ലാം. നന്നായിട്ട് കാ പിടിക്കാനുള്ള മൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് കണ്ട്, ഇത് ബക്കറ്റ് ഉറഞ്ഞ് പരുവക്കേടായി. നമുക്കിനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വൃത്തിയായിട്ട് വളവും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് പൊടിയാൻ തുടങ്ങി. ഇതുണ്ട്, ഒരു കൈക്ക് പൊടിയാവുന്ന പരുവായി. അപ്പോൾ ഇനി ഇത് ഇവനെ നമ്മൾ താഴത്തോട്ട് കൊണ്ടുപോയി നമ്മളിപ്പോൾ ആ കാണിച്ച സ്ഥലത്ത് ഇവനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇച്ചിരി മെനക്കേടുണ്ട്. അതിന് ആദ്യം ഒരു തുണിയിലോട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കണം, അതിൻ്റെ മണ്ണും വേരും പോകാതിരിക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടണം. നമുക്ക് താഴെ ചെന്നിട്ട് ഇവനെ അഴിക്കാം. ഇത് ഒറ്റയ്ക്ക് താഴത്തേക്ക് കൊണ്ടുവന്ന് വളരെ റിസ്ക്കായ പരിപാടിയാണ്. ഇപ്പം നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തിന് വളങ്ങളെല്ലാം ഇട്ടിട്ട് അത് സെറ്റായിട്ട് നടാം. ഇച്ചിരി സൂഡോമോണസാണ്, വീട്ടിലുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം നല്ല അഴുകൽ ചീലൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് വേപ്പം മണ്ണാക്കണം. നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം. മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. ബാക്കി നമ്മളിനി മരം ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് കിടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇതിൽ വലിയ മരങ്ങൾ വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ബേറാപ്പിൾ കണ്ടോ, ബേറാപ്പിൾ ഈ ഇത്രയും അതിൻ്റെ ചുവടിൻ്റെ വണ്ണം കണ്ടോ, ഇതുണ്ടോ. ഈ രീതിയിൽ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ 2 വശവും കോൺക്രീറ്റ് ചെയ്ത് മേളിലോട്ടുള്ള ഇതും നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഗ്രീൻ നെറ്റ് അഴിച്ചിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ മണ്ണ് നിറക്കണില്ല. ഇതിന് ബാക്കിയുള്ള ഗ്യാപ്പ് നമ്മൾ ചാണകം തന്നെ ഇട്ട് നിറച്ചേക്കുക. ഉണങ്ങിയ ചാണകപ്പൊടി. കുറച്ച് വേപ്പം മണ്ണാക്ക് കൂടി ഇട്ടേക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് പിന്നെ ഇരുത്തണം. ഇരുത്തി സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലുപൊടിയും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് വേറൊന്ന് പുതിയ മണ്ണിലേക്കൊന്ന് ഓടി
ഉഷാറായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വളങ്ങൾ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അടിവശം ഫുള്ള്. അപ്പോൾ നട്ട് നമ്മൾ നനച്ച് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എന്നാലും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തു, ഔട്ടർ ഒന്ന് ടൈറ്റ് ചെയ്യാം. ഈ ഒരാഴ്ച നനച്ച് എല്ലാം ഒന്ന് സെറ്റായി വന്നാലേ ഇവന് ഉഷാറാകത്തുള്ളൂ.